നമ്മളുടെ ചിന്ത നമുക്ക് കേന്ദ്രീകരിക്കാം. ഇന്നത്തെ സെർമണിന് വേണ്ടി, ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടി ശ്രദ്ധിച്ച വാക്യം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 57-ാമത്തെ വാക്യം. The Gospel of St. Luke, chapter 1, verse 57. എലിശബത്തിന് പ്രസവിപ്പാൻ ഉള്ള കാലം തികഞ്ഞപ്പോൾ അവൾ ഒരു മകനെ പ്രസവിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ദൈവമേ, ഈ പ്രഭാതത്തിൽ വന്ന കർത്താവേ, അങ്ങയുടെ നടത്തി ദൈവമേ തിരിച്ചറിയാൻ നിങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മുൻപാകെ ദൈവമേ ഈ ദൈവമേ മെസ്സേജ് ദൈവമേ സമർപ്പിക്കുന്നു. അങ്ങയുടെ ആത്മാവ് സംസാരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമ്മൾ വീണ്ടും ഒരു ക്രിസ്മസ് കാലത്ത് പ്രവേശിച്ചിരിക്കുന്നു. In the Western Church, it's called the Advent season, അല്ലെങ്കിൽ ആഗമന കാലം. കിഴക്കൻ സഭയുടെ പാരമ്പര്യത്തിൽ വരുന്ന നമ്മുടെ സഭ പോലുള്ള സഭകൾ അതിന് 25 നോയമ്പിന്റെ സമയം എന്ന് പറയുന്നത്. ഈ ദിവസങ്ങളൊക്കെയും I hope you are able to go through the 25 day of devotionals that I have been sending. എല്ലാ ദിവസവും ഓരോരോ 2 മിനിറ്റ് 3 മിനിറ്റ് ഉള്ള ഡിവോഷൻസ് ഞാൻ അയക്കുന്നുണ്ട്. 25 നോയമ്പറിന്റെ സമയങ്ങളിലൊക്കെയും നമ്മളെ തന്നെ ഒരുക്കുവാനുള്ള സഹായകരമായ ഡിവോഷൻസ് പ്രകാരമൊക്കെയും ധ്യാനിക്കണമേ എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ഇന്നത്തെ ഒരു ധ്യാനം സമയത്തെ കുറിച്ചാണ്, കാലത്തെ കുറിച്ച്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ടൈറ്റിൽ ഞാൻ കൊടുത്തേക്കുന്നത് ദി എനിഗ്മ ഓഫ് ടൈം. ദി എനിഗ്മ ഓഫ് ടൈം. വേദപുസ്തകത്തിൽ 2 തരത്തിലുള്ള സമയത്തെ കുറിച്ചാണ് പറയുന്നത്. One, that is a human time, മനുഷ്യ സമയം അല്ലെങ്കിൽ കാലം. ഇവിടെ 57-ാമത്തെ വാക്യത്തിൽ അപ്രകാരം നമ്മൾ ആ വാക്ക് കാണുന്നുണ്ട്. എലിശബത്തിന് പ്രസവിപ്പാനുള്ള കാലം തികഞ്ഞപ്പോൾ. So there are 2 understanding of time in the Bible. One is a human time, and here we see a reference of the human time. അതിന് ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദമാണ് ക്രോണോസ്. ആ ക്രോണോസ് എന്ന പദത്തിൽ നിന്ന് ക്രോണോളജി എന്ന് വന്നേക്കുന്നത്. അതായത് what is supposed to happen in its time will happen according to the human understanding. അതുകൊണ്ട് തന്നെ ഇവിടെ for example, when she was pregnant and by the 9th month, when it was time, according to the chronological time, when it was time for her to give birth, she gave birth. എന്ന് വചനം രേഖപ്പെടുത്തുന്നത്. Everything makes sense in this human time. Like mostly everything makes sense in this human time as it should be. പക്ഷേ എങ്കിൽ അതിന്റെ വിപരീതമായിട്ട് മാത്രം അതിന്റെ വ്യത്യസ്തമായിട്ട് ഞാൻ പറയാം. There is a timing of God. 2-3 വാക്ക് ഉപയോഗിക്കുന്ന വേദപുസ്തകത്തിൽ. One word is kairos. കൈറോസ്, ക്രോണോസ് എന്ന ക്രോണോളജിക്കൽ ടൈം എന്ന് പറയുമ്പോൾ കൈറോസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സമയം, അല്ലെങ്കിൽ എയ്യോൺ എന്ന് പറയും, a new time. ഈ 2 വാക്ക് വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ സമയം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇവിടെ തന്നെ, though the word of God says that when it was time for Elizabeth to have a baby, it indicates the chronological time when she was pregnant and ready to have a baby, but it also indicates the timing of God. നമുക്കറിയാമല്ലോ, എലിശബത്തും സക്കറിയയുടെ ജീവിതത്തിൽ അവര് കുറെ നാൾ കുഞ്ഞുങ്ങളില്ലാതായിരുന്നു. അതുകൊണ്ട് God had a time. അപ്പൊ അതാ കൈറോസ് എന്ന ടൈമിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. In God's time, God intervened in the life of Elizabeth and Zechariah, and according to God's will, they had a baby. ഈ ദൈവത്തിന്റെ സമയത്തെ കുറിച്ച് ഒക്കെയും നമ്മൾ പറയുമ്പോൾ, പ്രത്യേകിച്ച് ഇന്നത്തെ വേദഭാഗങ്ങളൊക്കെയും നമ്മൾ വായിച്ചു, നിങ്ങൾ ശ്രദ്ധിച്ചു കാണുവാണെങ്കിൽ, 1st and 2nd, എന്റെ വഴികൾ നിങ്ങളുടെ വഴികളെ പോലെയല്ല. My ways are not like your ways. My thoughts are not like your thoughts. So this is the characteristics of God's way and God's timing. Sometimes we find it difficult to understand. നമുക്ക് മനസ്സിലാക്കാൻ പല പ്രാവശ്യം അത് പ്രയാസമാണ്. ദൈവത്തിന്റെ സമയമൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ, പ്രത്യേകിച്ച് എബ്രായ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ട വാക്യങ്ങളൊക്കെയും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ സമയത്തെ കുറിച്ചും കാലത്തെ കുറിച്ചൊക്കെയും പറയുന്നുണ്ട്. God's time
mostly is very difficult to understand. There is some sort of mystery എന്ന് ഒരുപക്ഷെ നമുക്ക് പറയാം. മർമ്മം എന്ന വേദപുസ്തകത്തിൽ പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മർമ്മം. There is some sort of mystery. There is some sort of irrationality എന്ന് ഒരുപക്ഷെ ചില ആൾക്കാരെങ്കിലും പറയുമായിരിക്കും with regards to God's time. പല ഉദാഹരണങ്ങളുണ്ട് വേദപുസ്തകത്തിൽ തന്നെ. അബ്രഹാമിന്റെ ജീവിതം, അബ്രഹാമും സാറയുടെ ജീവിതം, അവരും കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കുഞ്ഞുണ്ടായത്. ഒത്തിരി വർഷം കഴിഞ്ഞിട്ട് കുഞ്ഞുണ്ടാവുമ്പോൾ ഒരുപക്ഷെ ആൾക്കാർ ഒരു ഭാഗത്തെ ആൾക്കാർ കളിയാക്കും എന്ന് നമുക്കറിയാം. പക്ഷെങ്കിൽ ഒരു വശത്ത് മറുവശത്ത് ദൈവം ഇത്ര നാൾ കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിനെ ദാനമായിട്ട് തന്നു എന്ന് പറഞ്ഞ് നമുക്ക് സ്തുതിക്കാം. So there is a mystery. Abraham and Sarah, when they had child, or with regards to David. ദാവീദിനെ സംബന്ധിച്ച് ദാവീദ് രാജാവ് എപ്പോഴായ? ദാവീദിനെ പ്രവാചകൻ പോയി രാജാവായിട്ട് അഭിഷേകം ചെയ്തത് ഒരുപക്ഷെ വേദപുസ്തകത്തിൽ പറയുന്നത് ദാവീദ് ഒരു 10-15 വയസ്സുള്ള ഒരു യുവാവായിരുന്നു. When the prophet went to David and anointed him, you will be the king of Israel, thus saith the Lord എന്ന് പ്രവാചകൻ പറഞ്ഞത്. പക്ഷെങ്കിൽ അതിന്റെ ഒരു 15 വർഷം കഴിഞ്ഞിട്ടാ താൻ 30ാമത്തെ വയസ്സായപ്പോൾ ദാവീദ് ഈ സിംഹാസനത്തിൽ രാജാവായി തീരുന്നത്. So there is a time when God's plan will come into its fullness. അതുകൊണ്ട് one sort of mystery, one sort of irrationality. Sometimes we don't understand. The timing, ഈ ദിവസങ്ങളൊക്കെയും ക്രിസ്മസ് നമ്മൾ ധ്യാനിക്കുമ്പോൾ, ആഗമന കാലം നമ്മൾ ധ്യാനിക്കുമ്പോൾ, the timing for the promised Messiah, അല്ലയോ മസായ മഷിഹ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു സമയത്ത് എപ്പോഴെങ്കിലും വരും എന്ന് പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഈ ഒരു സമയത്തെ കുറിച്ചൊക്കെയും നമ്മൾ ധ്യാനിക്കുമ്പോൾ there's a lot of questions. The question is, one of the question is, why did God choose a teenager to bear his child? അതുകൊണ്ട് ദൈവത്തിന്റെ സമയം നമ്മളൊക്കെ ധ്യാനിക്കുമ്പോൾ ഞാൻ പറഞ്ഞത്, there is some sort of mystery, there is some sort of irrationality, there is some sort of lack of understanding. ആദ്യത്തെ ഈ ആഗമന കാലത്തിൽ നമ്മൾ കാണുന്നത് ഒരു ചോദ്യം, why did God choose a teenager? പലപ്പോഴും പടങ്ങളിലൊക്കെയും മരിയയൊക്കെയും ചിത്രീകരിക്കുന്നത് ഒരു സ്ത്രീ ആയിട്ടാണ്. പക്ഷെങ്കിൽ ചരിത്രം പറയുന്നത് she was not a woman, she was a youth. ഒരു യുവതി ആയിരുന്നു മറിയ എന്ന ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കും. Why did God choose a teenager to bear his child? Why did God choose a time when a ruthless king was governing Israel? എന്ന് അടുത്ത ചോദ്യം. നമുക്കറിയാമല്ലോ, ഹെരോദ് രാജാവിന്റെ ചരിത്രം തന്നെ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. He beheaded John. He went after looking after the baby Jesus and killed many infants. Although he was a very ruthless king. Why did God choose a time? He could have chosen any other time, when there was not such a ruthless king. Why did God choose a place which was not at all fit for a king? ഒരു ദൈവത്തിന്റെ മകൻ ജനിക്കാനായിട്ട് ഒട്ടും ഫിറ്റ് ആവാത്ത ഒരു സ്ഥലം, പശുത്തൊട്ടിൽ. Why did God choose a place such as that? Surely God could have timed everything in such a way that they would have had a decent place. ഇല്ല, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമല്ല, പലതരത്തിലുള്ള മറ്റു ചോദ്യങ്ങളും നമ്മളുടെ മനസ്സിലൊക്കെയും വരും ദൈവത്തിന്റെ സമയം നമ്മൾ ധ്യാനിക്കുമ്പോൾ. മനുഷ്യ സമയം നമ്മൾ ധ്യാനിക്കുമ്പോൾ, according to our rational mind, everything makes sense. Okay, tuck, everything is done. But many a time, to understand God's timing, we definitely need the patience of the Holy Spirit. We definitely need the guidance of the Holy Spirit. We definitely need the faith through the Holy Spirit. എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി. ഈ ദിവസങ്ങളൊക്കെ പ്രത്യേകിച്ച് ഇന്ന് ഞാൻ പറയാറുണ്ടായല്ലോ, it's a very different Advent season as we have never seen before. We cannot go to our churches. We cannot have the usual celebrations. We cannot do the usual things that we used to do during the Advent time, during the Christmas time. ഇങ്ങനും ഒരു ക്രിസ്മസ് സമയം, ആ സമയത്ത് sometimes things don't make sense. പക്ഷെങ്കിൽ അതിന്റെ മധ്യേ ആ ദൈവത്തിന്റെ സമയത്തിന്റെ ചില സവിശേഷതകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആഘോഷങ്ങളിൽ കാണിക്കേണ്ടത് എന്ന് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം. What is some of the characteristics? One, ദൈവത്തിന്റെ സമയത്തിൽ there is always something to look forward to.
നമുക്കറിയാമല്ലോ, ഇപ്പം എന്റെ ഒരു 20ാമത്തെ ബർത്ത്ഡേ അടുക്കാറാവുമ്പോൾ, ഞാൻ എക്സാമ്പിൾ പറയുന്നുള്ളൂ, 20ാമത്തെ ബർത്ത്ഡേ അടുക്കാറാവുമ്പോൾ, when the day nears, I will look forward to it. I will look forward in anticipation. I will look forward in expectation that I will get gifts. ക്രിസ്മസിലും അത്തരത്തിലുള്ള സംതിങ് ടു ലുക്ക് ഫോർവേഡ് ടു ആണല്ലോ. ഇന്ന് രാവിലെ സൺഡേ സ്കൂൾ ആയിരുന്നപ്പോൾ ഞാൻ പിള്ളേരോട് ചോദിച്ചു, വാട്ട് ഈസ് ദ വൺ തിങ് ദാറ്റ് യു അസോസിയേറ്റ് വിത്ത് ക്രിസ്മസ്? അപ്പം ഒരു കുട്ടി പറഞ്ഞു, gifts. I get gifts, something to look forward to. I get to make ornaments, something to look forward to. I get to decorate the Christmas tree, something to look forward to. പക്ഷെ ഈ ഒരു സംതിങ് ടു ലുക്ക് ഫോർവേഡ് ടു, ദാറ്റ് ഈസ് മോസ്റ്റ്ലി ദാറ്റ് ഈസ് ജോയ് ഇൻ ദാറ്റ്. പക്ഷെ ദൈവത്തിന്റെ സമയത്ത് സംതിങ് ടു ലുക്ക് ഫോർവേഡ് ടു എന്ന് നമ്മൾ പറയുമ്പോൾ, ഇറ്റ്സ് നോട്ട് സച്ച് എ പ്ലസന്റ് വെയിറ്റ്. ഇതാ ഇവിടെ സെക്കരിയയും എലിശബേത്ത് ഒക്കെയും കാലാകാലങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദമ്പതി. ഇറ്റ് വാസ് നോട്ട് സച്ച് എ പ്ലസന്റ് വെയിറ്റ് ഫോർ ദം. എവറി ഇയർ നമുക്കറിയാമോ, നമ്മുടെ and Jewish society is not much different as to the South Asian society. ഒരു വർഷം കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം 2 വർഷം 3 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പാരന്റ്സ് നമുക്ക് ചോദിക്കാൻ തുടങ്ങും, കുഞ്ഞുണ്ടായില്ലയോ. ഒരു സ്നേഹത്തിന്റെ ഒരു ചോദ്യമാണ്. It is a question of love and concern that our parents ask us. പിന്നെ ചുറ്റുപാടിലുള്ള ചാർച്ചക്കാർ നമ്മളോട് ചോദിക്കാൻ തുടങ്ങും, കുഞ്ഞുണ്ടായില്ലയോ, എന്തുവാ ചെയ്യുന്നില്ലയോ, ഒന്നും ചെയ്യുന്നില്ലയോ. Like back in those days you can't do anything and just wait for God to intervene. അപ്പോൾ അത്തരത്തിലുള്ള ഇറ്റ്സ് നോട്ട് സച്ച് എ പ്ലസന്റ് വേ. ദൈവത്തിന്റെ സമയത്ത് ഇതാ എലിസബത്തും സെക്രിയ പുരോഹിതൻ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ, ഇറ്റ് ഈസ് നോട്ട് സച്ച് എ പ്ലസന്റ് വെയിറ്റ്. ഓർ ഫോർ ദാറ്റ് മാറ്റർ ഓഫ് ഫാക്ട് മറിയയുടെ ഒരു വെയിറ്റ്. ഈ ദൈവത്തിന്റെ സമയത്ത് മറിയ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, the weight of Mary was filled with fear. ഭയമായിരുന്നു. കാരണം യഹൂദ നിയമപ്രകാരം ഒരു യുവതി പ്രകാരം ഗർഭിണിയായി തീർന്നാൽ she will be stoned to death. ഹെറോദ്, ഈ ക്രിസ്മസിന്റെ കഥാപാത്രങ്ങളൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ, ഹെറോഡ് also, though he was a king, he had fear, and that's why he sent the 3 wise men to hunt for a king, that king, baby king, and kill him. His fear was governed with hate. ഭയം, പലതരത്തിലുള്ള ഭയമുണ്ട്. ദൈവത്തെ നമ്മൾ ഭയത്തോടെ നമ്മൾ ആദരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വർഷിപ്പ് ചെയ്യുന്നത്. But that fear is based on respect. That fear is based on our worship to God. But Herod was dominated by the fear which was governed by hate. വിദ്വേഷം നിറഞ്ഞിരിക്കുന്ന ഭയം. ജോസഫ്, something to look forward to. But ദൈവത്തിന്റെ ഈ സമയത്ത് ജോസഫ് was filled with anxiety. അതുകൊണ്ട് ഈ ദിവസങ്ങളൊക്കെയും, ഈ ക്രിസ്മസ് ഡേ ദിവസങ്ങളൊക്കെയും, നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുമ്പോൾ, നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ പല ഡെക്കറേഷൻസ് നമ്മൾ ചെയ്യുമ്പോൾ, പല കേക്കുകൾ ഉണ്ടാക്കുമ്പോൾ, let us enter into the anxiety of the frontline workers. Let us enter into the fear of people going through COVID. Let us enter into the fear of people, essential workers, and share with them the joy, the peace, the love of Christmas. That is what Christmas is all about. Not just being confined within our church, not just being confined within our family, within our house. രണ്ടാമത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്, ദൈവത്തിന്റെ സമയത്തെ സംബന്ധിച്ച് രണ്ടാമത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്, it involves taking risk. എടുത്തുചാട്ടൽ എന്നല്ല. എടുത്തുചാട്ടൽ ഒരു മനുഷ്യ രീതിയിൽ ഒരു പക്ഷെ നമ്മൾ തന്നെ മനസ്സിലാക്കും. പക്ഷെ റിസ്ക് ടേക്കിംഗ് ഫോർ ഗോഡ് comes with the guidance of the Holy Spirit. തീർച്ചയായിട്ടും ചിലപ്പോൾ ഒരു എടുത്തുചാട്ടൽ അതിനകത്ത് കാണും. പക്ഷെ എടുത്തുചാട്ടലിനെ കാട്ടി ഉപരി it is under the guidance of the Holy Spirit. Look at the 3 wise men. 3 വിദ്വാൻമാരൊക്കെയും ഇതാ ഒരു റിസ്ക് എടുക്കുന്നു. എന്തുവാ അവിടെ റിസ്ക് എടുക്കുന്നത്? ഹെരോദ് രാജാവിന്റെ അടുത്ത് തിരിച്ചു പോവാതെ അവര് ആ ശിശുവിന്റെ അടുത്ത് പോയി അവിടെ തന്നെ അവര് പാർക്കുന്നു. That is a risk, because here is a king who will come and hunt for them. ഇതാ 3 വിദ്വാൻമാർ അത്തരത്തിൽ റിസ്ക് എടുത്തപ്പോൾ അവർക്കറിയാം അവരുടെ കുടുംബങ്ങളൊക്കെയും അവിടെ തിരിച്ച് അവിടെ ഉണ്ട്. ഹെരോദ് രാജാവ് പോയി അവരുടെ കുടുംബത്തെ തന്നെ he can kill them. So there is risk involved in that. The മൂന്നാമത്തെ characteristic, it is a combination of faith, mystery and rationality. ഇതാ ദൈവത്തിന്റെ സമയം നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാതെ ഇരിക്കുമ്പോൾ, we have to combine our faith, we have to combine our rationality, we have to combine the mystery of God. Rationality alone, I try to understand the Bible in a rational mind by looking at a lot of documentaries, documentaries on it, which explains how
the plagues in the Old Testament is possible, which explains how the flood is possible, which explains how incarnation is possible. There are, on the National Geographic Channel, there are Historic Channel, History Channel, there are documentaries. But rationality won't make sense when you journey through the timing of God, through the plans of God. ഇതാ ഈ മൂന്ന് വിദ്വാൻമാരൊക്കെയും വിദ്വാൻമാർ ആരായിരുന്നു? They were astrologers. ഇതാ നക്ഷത്രത്തെ തേടി പോകുന്നവർ വ്യക്തികളായിരുന്നു. So they were astrologers, or they were learned in the skill or art of astrology. അതുകൊണ്ട് astrology എന്ന് പറയുമ്പോൾ ചുമ്മാ നമ്മൾ ഇങ്ങനെ കണ്ട് ഇങ്ങനെ ഭാവി പറയുന്നതെന്നല്ല. Astrology is a science. Astrology is a science where people study the stars, and according to the stars, they could predict seasons, they could predict lot of things. അതുകൊണ്ട് അതൊരു ആർട്ടായിരുന്നു, അതൊരു സയൻസ് ആയിരുന്നു ആ സമയങ്ങളിലൊക്കെയും. ഇന്ന് നമ്മൾ അതിനെ വേറെ ഒരു അർത്ഥത്തിലാണ് കാണുന്നത്. പക്ഷെ അന്നത്തെ കാലങ്ങളിൽ it was a science wherein people used to get guidance of where to go through the study of the stars. അതുകൊണ്ട് വളരെ റാഷണൽ ആയിട്ട് ചിന്തിക്കുന്ന മൂന്ന് വിദ്വാൻമാർ ക്രിസ്മസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഷെപ്പേർഡ്സ് അത്തരത്തിലുള്ള റാഷണൽ ആൾക്കാർ, പാവപ്പെട്ട ആൾക്കാർ. അവർക്ക് ഈ കൂടുതൽ സ്റ്റാർസും മറ്റു കാര്യങ്ങൾ, ഫിലോസഫി ഒന്നും അറിയാത്ത വ്യക്തികളാണ്. പക്ഷെങ്കിൽ ഇതാ മാലാഖ വന്ന് പറഞ്ഞപ്പോൾ അവര് obey ചെയ്തു. They obeyed and they went in search for the baby Jesus. Mary and Joseph, they traveled in mystery. അല്ലയോ, യൂതിയായ മറിയ ഗർഭിണി ആയപ്പോൾ it's a big mystery for Mary, big mystery for Joseph, but they traveled. So the third characteristic of the timing of God, ദൈവത്തിന്റെ സമയം നമ്മൾ ഇത് മനസ്സിലാക്കുമ്പോൾ it's a combination of faith, rationality and mystery. ഇവിടെ ഇതാ സെക്കരിയയും എലിസബത്തിനെ കുഞ്ഞുണ്ടായപ്പോൾ പേരിടേണ്ടി അപ്പന. പക്ഷെ അപ്പന അവിടെ മിണ്ടാതിരിക്കുക. ഹീസ് ബീൻ സൈലൻസ്ഡ് ബൈ ദി ഏഞ്ചൽ. അപ്പൊ എലിസബത്തിനോട് പേര് ചോദിച്ചപ്പോൾ എലിസബത്ത് പറയുന്നു യോഹന്നാൻ. And all the family around, wait, why are you naming John? There is nobody. It was irrational for them that Elizabeth should name the child John, for there was nobody in the family with the name John. Why did Elizabeth name John? Because that was the name given by God. That was the name which spoke about the leading of God, about what the child will be. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഈ കുടുംബ പേര് എപ്പോഴും നമ്മുടെ പേരുകൾ, കുഞ്ഞുങ്ങളുടെ പേര് നമ്മൾ കുടുംബ പേര് വേണം, ഇത് വേണം. That's good and great. It should continue the lineage as one side. But also you should ask yourself, am I putting a name that speaks of the leading of God, that speaks of the ways of God? So അവിടെ എലിസബത്തും സെക്കരിയാവ്, it was irrational for everybody sitting around. Why is this child being named John? പക്ഷെങ്കിൽ അവിടെ വിശ്വാസത്തിൽ എലിസബത്ത് പ്രവർത്തിക്കുന്നു. ഇതാ അവസാന വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് സെക്കരിയാവോട് വിശ്വാസത്തിൽ പറയുന്നു ഇവൻ യോഹന്നാൻ ആയിരിക്കും. A combination of faith, mystery and rationality. Next, it involves a test and growth of our faith. ഇതാ മൂന്ന് വിദ്വാൻമാർ ഞാൻ പറഞ്ഞത് അവര് ഈ യാത്ര ആരംഭിച്ചത് through the study of stars എന്നായിരുന്നു. പക്ഷെങ്കിൽ യാത്ര അവസാനിച്ചത് എങ്ങനെയാ? By the worship of the true star of God. We might begin our journeys of Christmas by decorating Christmas trees, by decorating ornaments, by receiving gifts, but how do we end this journey of Christmas? Are we able to give a gift for somebody else during this Christmas and thereby worship the true star Jesus Christ? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ നമ്മുടെ ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ ക്രിസ്മസ് സമയത്തൊക്കെ ഡിസംബർ 1-ാം തീയതി അല്ല, അതിന് 2 ആഴ്ച മുമ്പേ തന്നെ എല്ലാം കടകളിൽ you will see so many different star, different type or different size, different shape of star. നമ്മൾ അവിടെ കാരൽ റൗണ്ട്സിന് ഇറങ്ങുമ്പോൾ തന്നെ പലയിടത്തൊക്കെ, ഞാൻ ആദ്യത്തെ പള്ളി ഇരുന്നിടത്ത് അവര് കാരൽ റൗണ്ട്സ് ഇറങ്ങുമ്പോൾ ഒരു വലിയ തടിയില് ഒരു നക്ഷത്രം കാണും. ഒരു നക്ഷത്രത്തിൽ അതിന്റെ ഇടയ്ക്ക് ഒരു കാൻഡലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈറ്റ് സിസ്റ്റം കാണും. ആ കാൻഡൽ, ആ സ്റ്റാർ പിടിച്ചോണ്ടാണ് ഞങ്ങൾ കാരൽ റൗണ്ട്സ് പോകുന്നത്. We used to go to carol rounds by holding that star. അതിന്റെ ഒരു മെസ്സേജ് എന്തുവാ? The star, the true star Jesus Christ is the one that should guide us. പലപ്പോഴും കാരൽ റൗണ്ട്സ് അവസാനിക്കുമ്പോൾ ഇപ്പൊ 2 മണിയൊക്കെ ആവായിരിക്കും രാത്രി. സ്റ്റാറും ഇല്ല, സ്റ്റാർ കൊണ്ടുപോകുന്ന ആളും കാണത്തില്ലായിരിക്കും, അവർ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. Is that the reality of our Christmas life?
We should start by decorating Christmas tree. We should start by decorating our houses. We should start by making cake. We should start by packing gifts, but we should not end on that note. ഇത് നമ്മളുടെ ഒരു വിശ്വാസത്തിന്റെ ഒരു ടെസ്റ്റും ഗ്രോത്തുമായി ക്രിസ്മസ് സമയങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഈ സമയങ്ങളൊക്കെയും ക്രിസ്മസ് നമുക്ക് പള്ളി വന്ന് ഒരു പക്ഷേ ക്രിസ്മസ് നമുക്ക് കൊണ്ടാടാൻ ഒക്കത്തില്ലായിരിക്കും ഈ വർഷം. But that doesn't mean it is the end of Christmas. That doesn't mean that we are not celebrating Christmas. The celebration of Christmas should be beyond the walls of the churches, should be beyond the walls of our houses. That is the true Christmas. ഇതാ വിദ്വാൻമാർ നക്ഷത്രത്തിന്റെ ഈ സ്റ്റഡി കൊണ്ട് അവരുടെ അടുത്ത് തന്നെ അവര് ഇരിക്കുവാണെങ്കിൽ they wouldn't have an experience the true star Jesus Christ. ഇതാ അവര് 3 ഗിഫ്റ്റ് വന്ന് ഇതാ യേശുവിന്റെ മുൻപാകെ വെക്കുമ്പോൾ that shows that they grew in faith. They weren't just stuck in the study of stars. They ended their journey to the worship of the true star Jesus Christ, which is beyond the royalty of Herod. പലപ്പോഴും നമ്മൾ ഈ 4 വാൾസിനകത്ത് കൊണ്ടാടുന്ന ക്രിസ്മസ് ആണ് നമ്മൾ ക്രിസ്മസുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. Open our eyes and see the true Christmas, which is beyond the walls that we worship at. That is, which is beyond our houses. That is the Christmas of Jesus Christ. ഈ ദിവസങ്ങളൊക്കെയും നമ്മൾ ശ്രമിക്കുന്നത്, we are hopefully we will be able to do we are doing something celebrating Christ among the masses. Christmas in the വാക്കുണ്ട് രണ്ട്. You can celebrate Christ through the mass എന്ന് പറയുമ്പോൾ through the കുർബാന, through everything. But what was the first Christmas all about? The first Christmas was Christ among the masses, among the people. ഈ ക്രിസ്മസ് സമയങ്ങളിൽ അത്തരത്തിലുള്ള ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കാൻ ഒക്കുമോ? പ്രത്യേകിച്ച് കോവിഡിന്റെ ഒരു പ്രയാസമുണ്ട്, പലതരത്തിലുള്ള പ്രയാസങ്ങൾ. പക്ഷേ taking the safety precautions, can we celebrate Christmas? Can we celebrate Christ among the masses, which was the first Christmas? Last characteristic, it involves showing others the love of God. ഇതാ ഈ ഒരു യാത്ര മറിയയും യോസഫ് എടുത്തപ്പോൾ, ഈ ഒരു യാത്ര വിദ്വാൻമാർ എടുത്തപ്പോൾ, ഈ ഒരു യാത്ര ആട്ടിടിയന്മാർ എടുത്തപ്പോൾ, who experienced Christmas? Somebody other than Jerusalem, a little town of Bethlehem. The shepherds, the wise men, the world outside experienced Christmas. നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ എങ്ങനെ എന്ന ഒരു ചോദ്യം. എലിസബത്തും സക്കറിയാവും ഇപ്രകാരം വിശ്വാസത്തിൽ, ഇപ്രകാരം ഒരു ദൈവത്തിന്റെ മർമ്മത്തിൽ യാത്ര ചെയ്തപ്പോൾ നമുക്ക് അപ്രകാരം യാത്ര ചെയ്യാൻ ഒക്കുമോ? നമ്മളുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ പള്ളി പോയില്ലെങ്കിൽ ഒരു ക്രിസ്മസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്മസ് ആണോ? അല്ല. സത്യമായ ക്രിസ്മസ് ആഘോഷം ഇതാ യേശു കുഞ്ഞ് എവിടാ വരുന്നത് എന്ന് തിരിച്ചറിയുന്നത്. ഇതാ ദൈവത്തിന്റെ സമയത്തിൽ ദൈവത്തിന്റെ ഹിതപ്രകാരം എങ്ങനെ ദൈവം നടത്തുന്നു എന്ന് മനസ്സിലാക്കുന്നത് മാത്രമല്ല, എന്ന് ചെയ്യുന്നതും ക്രിസ്മസ്. That is irrationality in Christmas. That is lack of understanding in God's time. But when we walk under the guidance and the obedience of the Holy Spirit, we will be able to experience and celebrate Christmas in the way God wants us to celebrate. That is by sharing the love with others, sharing the joy with others. ഈ ദിവസങ്ങളൊക്കെയും അപ്രകാരത്തെ ഒരു യാത്ര ചെയ്യുവാനായിട്ട് ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. ദൈവത്തിന്റെ സമയം, ആ സമയത്തിൽ ഒരു ആന്റിസിപ്പേഷൻ ഉണ്ട്, though it is filled with pain. ദൈവത്തിന്റെ സമയം involves taking risk. ദൈവത്തിന്റെ സമയം involves a combination of faith, mystery, rationality. ദൈവത്തിന്റെ സമയം involves a test and growth of faith. ദൈവത്തിന്റെ സമയം involves showing others the love of God. That makes God's time way better than human time. Way better than human time. Though there is a lot of pain, though there is a lot of mystery in that time. This Christmas, let us journey in that time of God. ദൈവം നമ്മെ ശക്തീകരിച്ച് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് വരാം. Let us pray to God, keeping this year's celebration in our mind. This year's 25 days of Lent in our mind. This year's Advent season in our mind. ഒരു നിമിഷം നമുക്ക് ധ്യാനിക്കാമല്ലോ. Let us think which are the places where we can show the love of God.
who are the people with whom we can share the love of God. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. O Lord our God, glory to you forever. Glory to you, Lord Christ, by your compassion, infinite grace. Hear our prayers and accept us